Assalamu alaikum and good morning all my dear viewers. Very happy to inform you that Marcus Preschool is releasing our e-magazine, Kiddie Wing. Actually, this magazine is just an event report. The events which took place in our school in the academic year 2020-21. നിങ്ങളെല്ലാവരും മാഗസിൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പ്രതീക്ഷയോടുകൂടി കുട്ടികളുടെ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ അതിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ഫോർ അസ് ടു കളക്ട് ദോസ് തിങ്സ്. സോ നമ്മളുടെ ഈ ഒരു വർഷം നടന്ന മെയിൻ ഇവൻറ്റ്സിനെ കോർത്തിണക്കിയിട്ടുള്ള ഒരു മാഗസിനാണ് ഇപ്പോൾ ഇറക്കുന്നത്. ഭയങ്കര സന്തോഷമാണ് അതിൽ ഇറക്കുമ്പോൾ. കാരണം ഞങ്ങളെ ഈ ഒരു മാഗസിൻ ഇറക്കാൻ വേണ്ടി ഞങ്ങളെ ഇൻസ്പയർ ചെയ്ത് എല്ലാവരെയും ഞാൻ ഈ ഒരു നിമിഷം ഓർക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയുമാണ്. Once again, I am requesting everybody to go through this magazine and give full support and also share it maximum. Thank you. Assalamu alaikum. കോവിഡ് എന്ന മഹാമാരി വ്യാപനം തുടർന്നാൽ സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഏറെ ആശങ്കകൾക്കും ആകുലതകൾക്കുമിടയിൽ മർക്കസ് പ്രീ സ്കൂൾ ജൂൺ ആദ്യവാരത്തിൽ തന്നെ ഓൺലൈൻ ക്ലാസുകൾ തുടങ്ങി. ചുറ്റുപാടുമുള്ള പല സ്ഥാപനങ്ങളും ഓൺലൈൻ ക്ലാസുകൾക്ക് മുന്നിൽ പതറി നിന്നപ്പോൾ ഏറ്റവും കുറ്റമറ്റ രീതിയിൽ തന്നെ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി തന്നെ തുറക്കാൻ സാധിച്ചു. പാഠ്യമേഖലകളിൽ ശ്രദ്ധ പതിപ്പിക്കുക മാത്രമല്ല, പാഠ്യേതര വിഷയങ്ങളും ഈ സമയത്ത് തന്നെ തുടങ്ങുവാൻ കഴിഞ്ഞു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് സ്കൂൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ സിസ്റ്റമാറ്റിക്കായി ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മുൻ മാസങ്ങളിലായി നടന്നു. ഇതിനുവേണ്ടി ഓരോ ക്ലാസ്സുകളിലേക്കും കുട്ടികളെ വിഭജിച്ച് ക്ലാസ് ടീച്ചർ രക്ഷിതാക്കളും ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുക വഴി രക്ഷിതാക്കളുമായി അതാത് സമയത്ത് തന്നെ കാര്യങ്ങൾ പറയാനും സംവദിക്കാനും കഴിഞ്ഞു. അതിനാൽ തന്നെ കുട്ടികളുമായുള്ള അകലം കുറയ്ക്കുവാനും അവർക്കും ടീച്ചേഴ്സിനും ഇടയിൽ അപരിചിതത്വം ഇല്ലാതെ ക്ലാസുകൾ ആരംഭിക്കാനും സാധിച്ചു. പതിവ് പോലെയുള്ള സ്കൂൾ പ്രവേശനോത്സവമോ പരിപാടികളോ ഇല്ലാതെ പുതിയ വിവര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സ്കൂൾ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ തന്നെ തുടങ്ങാൻ കഴിഞ്ഞു എന്ന് മർക്കസ് പ്രീ സ്കൂളിന് അഭിമാനിക്കാം. June 5th, World Environmental Day. World Environmental Day is celebrated on 5th June every year for encouraging awareness and action for the protection of the environment. Our school celebrated Environmental Day on June 5th virtually. This was our first celebration in this academic year. Decided to plant saplings in their home surroundings. On that day, every child of the preschool planted saplings and took video of these and then sent through class groups. All children, including Base 1 and Base 2, participated in this online celebration. Virtual Assembly of Base 2, July 13. The little charmers of Base 2 proven their talents through their assembly held on July 13 of this academic year 2020-21. A Base 2 child named Aisha Amreen beautifully anchored the whole assembly. The assembly started with a prayer, then pledge and thought of the day. Time is very precious. Don't waste it. Selected children of Base 2 section performed different programs like Mappalapattu, action song, storytelling, etc. Keyboard magic of Base 2D student was superb. School manager advocate Fazil Hexer motivated the students with encouraging words of wisdom, and Principal Mr. Shaukat Ali sir given appreciation to our kids. Preschool HM Miss Sachna ma'am proposed vote of thanks to everyone. Assembly wind up with National Anthem by students. The assembly culminated with the edition of National Anthem. മർക്കസ് പ്രീ സ്കൂൾ കൊറോണ കാലത്തെ അതിജീവിച്ചുകൊണ്ട്
ബലിപെരുന്നാൾ വളരെയധികം ആനന്ദവും ആഹ്ലാദവുമായ ഒരു പരിപാടിയാക്കി മാറ്റി. പ്രീ സ്കൂളിലെ കുട്ടികൾ പെരുന്നാളുമായി ബന്ധപ്പെട്ട പാട്ടും കഥകളും പ്രസംഗവുമായി പലതരത്തിലുള്ള പരിപാടികൾ വളരെ തനിമയോടെ നടത്തി. ജയഭാരതി ടീച്ചറുടെ ഉദ്ഘാടനത്തോടുകൂടി ആരംഭിച്ച ഈദ് പരിപാടിയിൽ മാനേജർ അഡ്വക്കേറ്റ് ഫസലുൽ ഹക്ക്, പ്രിൻസിപ്പൽ ഷൗക്കത്ത് അലി എന്നിവരും സംബന്ധിച്ചു. രക്ഷിതാക്കൾക്കും അവസരം നൽകിയിരുന്നതിനാൽ അവരും ഈ സംഗമത്തിൽ ഭാഗമാവുകയും കുട്ടികൾക്കൊപ്പം അവർക്കും പുതിയൊരു അനുഭവമായി മാറ്റുവാനും സാധിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ചിത്രങ്ങൾ വരയ്ക്കുന്നതിനും കളർ ചെയ്യുന്നതിനും അവർ മത്സരബുദ്ധിയോടുകൂടി തന്നെ പങ്കെടുക്കുകയും അതിനെ ആഘോഷമാക്കുകയും ചെയ്തു. ഈ ഒരു പരിപാടിയിലും രക്ഷിതാക്കളുടെ പൂർണ്ണമായ സഹകരണവും പങ്കാളിത്തവും ഈ ഉദ്യമത്തെ പരിപൂർണ വിജയമാക്കി. പെരുന്നാളിൻ്റെ അന്ന് വ്യത്യസ്തമായ കലാപരിപാടികൾ കോർത്തിണക്കിയ യൂട്യൂബ് ചാനൽ ഏവർക്കും കാണാവുന്ന രൂപത്തിൽ പുറത്തിറക്കാൻ കഴിഞ്ഞു. Independence Day. In the pandemic academic year of 2020-21, we celebrated our independence on August 15 through online. We conducted a virtual assembly of Base 1 students. The tiny tots of Base 1 showcased their talents through various programs. It was really amazing. Assembly anchored by Wahija of Base 1B, then prayer recited by Shahzad, Base 1C, flash done by Siddharth Madha from Base 1B. Then the principal hoisted the national flag. After flag hoisting, welcomed all classes to the assembly. All of them wore white dresses with cap and hold national flag. Enlightening thought for the day was shared by Amin Shah of Base 1A. Jumana from the same class sung a patriotic song. Our manager Fasal Haq greeted us and congratulated all the parents, teachers for organizing this program. After that, presented an English speech. Then principal addressed the assembly and motivated the students with his encouraging words. Chief guest Mr. Shahjahan PK, Assistant Commandant CRPF Cotonou, Coimbatore, talked to us. Hindi patriotic song sung by Dua Fatima from Base 1C, then Malayalam speech done by Abhyant of Base 1E. Preschool HM Sajna ma'am wished us, congratulated all our kids for the marvelous performances. Then English patriotic song sung by Hashmi from Base 1A. During the presentation of a patriotic song, all the teachers and ayahs came on the screen. Then assembly culminated with the edition of national anthem. ഓണാഘോഷം. മർക്കസ് പ്രീ സ്കൂളിൻ്റെ ഓണാഘോഷം 27/8/2020 വ്യാഴം ഓൺലൈൻ സൂം മീറ്റ് വഴി ഭംഗിയായി നടന്നു. പ്രസ്തുത പരിപാടിയിലേക്ക് കുട്ടികൾക്ക് പഠിക്കാനും പരിപാടികൾ അവതരിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ഓണപ്പാട്ട്, ഐതിഹ്യം, ഓണസദ്യ ഉണ്ടാക്കുന്ന വിധം, ഓണച്ചൊല്ല്, കവിത തുടങ്ങി ഓണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇനങ്ങൾ പഠിക്കാൻ അവസരം നൽകുകയും ചെയ്തു. ബേസ് 1, ബേസ് 2 എന്നീ 2 ക്ലാസുകൾ ഡിവിഷൻ അടിസ്ഥാനത്തിൽ യോജിച്ചായിരുന്നു പരിപാടി അവതരിപ്പിച്ചത്. അതിനാൽ തന്നെ തുടക്കക്കാർ എന്ന് ബേസ് 1 കുട്ടികൾക്ക് തോന്നിയില്ലെന്ന് മാത്രമല്ല, അവർ കൂടുതൽ ഉന്മേഷത്തോടെ പങ്കെടുക്കുകയും ചെയ്തു. ആദ്യം പ്രസ്തുത ക്ലാസ് ടീച്ചേഴ്സ് കുട്ടികളെയും രക്ഷിതാക്കളെയും അഭിസംബോധന ചെയ്യുകയും ശേഷം നാം എഴുതിവെച്ച ഓർഡർ പ്രകാരം കുട്ടികൾ ഓരോരുത്തരായി പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. അതിനിടയിൽ ഓണവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പ്രദർശനം HM സജന മിസ്സിൻ്റെ നേതൃത്വത്തിൽ ഓരോ ക്ലാസ്സുകളിലും അവതരിപ്പിച്ചു. വ്യത്യസ്ത രീതികളിലായി നടത്തപ്പെട്ട പരിപാടിയിൽ രക്ഷിതാക്കൾ പൂർണ്ണ സഹകരണം നൽകുകയും പല രക്ഷിതാക്കളും ഇതിൽ ഭാഗവാക്കായി പരിപാടികൾ അവതരിപ്പിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുക വഴി പ്രീ സ്കൂളിൻ്റെ ഓണാഘോഷ പരിപാടി ഏറെ മഹനീയമായ ഒരു സന്ദർഭമായി മാറി. ഗാന്ധി ജയന്തി. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, രാഷ്ട്രപിതാവിൻ്റെ ജന്മദിനം. മർക്കസ് പ്രീ സ്കൂൾ വേറിട്ട രീതിയിൽ പൊതുസമൂഹത്തിനു വേണ്ടി യൂട്യൂബ് ലിങ്കുകൾ വഴി അവതരിപ്പിച്ചു. അതിൻ്റെ നിർമ്മാണത്തിന് മുന്നോടി എന്നോണം കുട്ടികളിൽ നിന്നും സൃഷ്ടികൾ ക്ഷണിക്കുകയും പ്രസ്തുത ദിവസത്തിനു മുമ്പ് ടീച്ചേഴ്സ് അത് സ്വീകരിച്ച് ബേസ് 1 വിദ്യാർത്ഥികളുടെ
ഒരു വീഡിയോയും ബേസ് 2 ക്ലാസിൻ്റെ മറ്റൊരു വീഡിയോയുമാക്കി ഒക്ടോബർ 2 രാവിലെ തന്നെ ലിങ്ക് വഴി ക്ലാസ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തു. അഡ്വക്കേറ്റും സ്കൂൾ മാനേജറുമായ ഫസലുൽ ഹക്ക് ഗാന്ധിജിയുടെ സന്ദേശം എന്തായിരുന്നുവെന്നും അത് പിന്തുടരണമെന്നും ആശംസിച്ചു. ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ ഗാന്ധിജിയെ പറ്റിയുള്ള പ്രസംഗം, പാട്ട് എന്നിവ അവതരിപ്പിക്കുന്നതിനു മുന്നോടിയായി ക്ലാസ് ടീച്ചർമാർ ഗാന്ധിജിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. ഓർമ്മകൾ അയവിറക്കിയും കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഊർജം നൽകി പ്രോഗ്രാം വൻ വിജയമാക്കിയ പ്രീ സ്കൂൾ ഹെഡിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഗാന്ധിജിയുടെ സ്മരണ പുതുക്കൽ എന്നും ഓർക്കാവുന്ന തരത്തിലുള്ള ഒരു സന്ദേശമായി മാറി. കൊറോണ മഹാവ്യാധി കൊണ്ട് പ്രതിസന്ധിയിലായ സ്കൂൾ പഠനം ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ തന്നെ മർക്കസ് പ്രീ സ്കൂൾ അതിൻ്റെ ഓൺലൈൻ പഠന സംരംഭത്തിന് ജൂൺ 1 മുതൽ തന്നെ സമാരംഭം കുറിച്ചു. ചുറ്റുപാടുമുള്ള സ്കൂളുകൾ ഓൺലൈൻ പഠനത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ തയ്യാറാകാതിരുന്ന സമയത്തും നിലവിലെ സ്കൂൾ ചാനൽ ഓപ്പൺ ചെയ്ത് അതിനെ ജീവസുറ്റതാക്കി കുട്ടികളിലും രക്ഷിതാക്കളിലും എത്തിക്കാൻ സാധിച്ചത് എടുത്തു പറയേണ്ട മികവാണ്. കൃത്യതയിലും ചിട്ടയിലും ജൂൺ 1 മുതൽ ആരംഭിച്ച ഓൺലൈൻ പഠനം വളരെ കാര്യക്ഷമതയോടുകൂടി കുട്ടികളിൽ എത്തിക്കുന്നതിന് പ്രീ സ്കൂളിന് സാധിച്ചുവെന്ന് തന്നെ പറയാം. ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ യൂട്യൂബ് ലിങ്ക് വഴി രാവിലെ കുട്ടികളിൽ എത്തിക്കുകയും സാധാരണ സ്കൂൾ സമയം തുടങ്ങുന്നത് പോലെ തന്നെ അതാത് ക്ലാസ് ടീച്ചർ വീഡിയോ എടുത്ത് കുട്ടികളെ വെൽക്കം ചെയ്യുകയും തുടർന്ന് പ്രെയർ, പ്ലെഡ്ജ് എന്നിവ ക്ലാസ് ഗ്രൂപ്പുകളിൽ അയക്കുകയും ചെയ്തു. ശേഷം സബ്ജക്റ്റ് ലിങ്ക് കുട്ടികൾ കാണുന്നതിന് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുക്കാൻ രക്ഷിതാക്കൾ ഏറെ ബദ്ധശ്രദ്ധരായിരുന്നു. എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെ കുട്ടികളുടെ അറ്റൻഡൻസ് പറയാനുള്ള സമയവും കൃത്യമായി നൽകിക്കൊണ്ട് ഓൺലൈനിൽ ഒരു സ്കൂൾ അന്തരീക്ഷം കൊണ്ടുവരാൻ ശ്രദ്ധിച്ചിരുന്നു. കുട്ടികൾ ക്ലാസ്സുകൾ കണ്ടതിനു ശേഷം ഗൂഗിൾ മീറ്റ് വഴിയോ സൂം വഴിയോ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് അവർക്ക് ക്ലാസ്സുകൾ ഒന്നുകൂടി കേൾക്കാനും സംശയ നിവാരണം നടത്താനും സാധിക്കും. രക്ഷിതാക്കൾക്ക് ഈ ഓൺലൈൻ ക്ലാസ്സുകൾ ഏറെ ഗുണം ചെയ്തു. സ്കൂളിൽ എന്തൊക്കെ ചെയ്യുന്നുവെന്നും പഠിപ്പിക്കുന്നു എന്നുള്ളതും അവർക്കറിയാനും അതിൽ ഇൻവോൾവ് ചെയ്യാനും സാധിച്ചു. പഠന പ്രവർത്തനങ്ങൾക്കെന്ന പോലെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും മുറ തെറ്റാതെ ഓൺലൈൻ ക്ലാസ്സുകൾ സംഘടിപ്പിക്കപ്പെട്ടു എന്നത് ഏറെ സ്തുത്യർഹമാണ്. ശിശുദിനം. ശിശുദിനത്തോടനുബന്ധിച്ച് മർക്കസുലുലും പ്രീ സ്കൂൾ ഓൺലൈൻ മുഖേന വ്യത്യസ്തതയോടുകൂടി ചാച്ചാജി ജന്മദിനം ആഘോഷിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ബേസ് 1, ബേസ് 2 ക്ലാസ്സുകളിലെ ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ കുട്ടികളെ തിരഞ്ഞെടുത്ത് നെഹ്റുവുമായി ബന്ധപ്പെട്ട 3 ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ എന്നിവ നൽകി അത് വീഡിയോ ആയി അവതരിപ്പിച്ചു. ശേഷം ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ അവർക്ക് വലുതാകുമ്പോൾ എന്താകണം എന്ന ആഗ്രഹമാണുള്ളത് എന്നൊരു ഓപ്ഷൻ നൽകുകയും ബഹുഭൂരിഭാഗം കുട്ടികളും അവരുടെ നിഷ്കളങ്കതയിൽ ചാലിച്ച വാക്കുകളിൽ യോജിച്ച വസ്ത്രധാരണം ചെയ്തുള്ള ഒരു വീഡിയോയും അവതരിപ്പിക്കപ്പെട്ടു. അതുപോലെ ഓരോ ക്ലാസ്സിനും എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ടീച്ചേഴ്സ് സ്വന്തമായി നിർമ്മിച്ചെടുത്ത ഒരു ക്ലാസ് വീഡിയോയും നിർമ്മിക്കപ്പെട്ടു. ഓരോന്നും പ്രത്യേക സമയങ്ങളിൽ ക്ലാസ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തു. പിന്നീട് ക്ലാസ് വീഡിയോ വിലയിരുത്തുന്നതിന് വേണ്ടി രക്ഷിതാക്കൾക്കും ഒരവസരം കൊടുത്തു. ബേസ് 1-ൽ നിന്നും ബേസ് 2-ൽ നിന്നും ഗൂഗിൾ ഫോം വഴി അവർക്കിഷ്ടപ്പെട്ട ഒരു വീഡിയോ സെലക്ട് ചെയ്യാനായിരുന്നു നൽകിയത്. ഇതിൽ ബേസ് 1B-യും ബേസ് 2B-യും തിരഞ്ഞെടുക്കപ്പെട്ടു. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി 2019-20 അധ്യയന വർഷത്തിലെ തുടക്കത്തിൽ തന്നെ മർക്കസ് പ്രീ സ്കൂളിൽ പൂള കൃഷി ചെയ്തു. പ്രീ സ്കൂളിലെ ആയമാരുടെയും മറ്റും സഹകരണത്തോടുകൂടി പൂള കൃഷി നല്ല രീതിയിൽ വിളവെടുക്കാൻ പാകമായെങ്കിലും കൊറോണ മൂലം അതിൻ്റെ വിളവെടുപ്പ് നടക്കാതെ പോയി. 2020 മാർച്ചിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അവർക്ക് കൂടി ഉപയോഗപ്പെടുത്തുന്ന രൂപത്തിൽ ആവണമെന്ന് ഉദ്ദേശിച്ചെങ്കിലും നടന്നില്ല. പിന്നീട് പ്രീ സ്കൂൾ സ്റ്റാഫും മാനേജ്മെൻറ്റ് പ്രതിനിധികളും പങ്കെടുത്ത വിളവെടുപ്പ് മാനേജർ അഡ്വക്കേറ്റ് ഫസലുൽ ഹക്കിൻ്റെ നേതൃത്വത്തിൽ നടന്നു. സ്കൂൾ കുട്ടികൾ ഇല്ലാത്ത സമയമായതിനാൽ അതിനുവേണ്ടി ഉദ്ദേശിച്ച പരിപാടികളൊന്നും നടന്നില്ല. അതിനാൽ പൂള പറിച്ച് അയൽപക്കത്തും അവിടെ കൂടിയിരുന്ന ആളുകൾക്കും വിറ്റ ശേഷം അതിൽ നിന്ന് കിട്ടിയ വരുമാനം പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്തു. കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ മർക്കസ് പ്രീ സ്കൂളിൻ്റെ ഈ ഉദ്യമം ചെറിയ തോതിലെങ്കിലും ആശ്വാസമായി എന്ന് പ്രതീക്ഷിക്കുന്നു. Kidzim Arts Fiesta 2K20.
School fests are one of the most anticipated time of the whole academic year. It is a time for rejoicing and celebrating. Every kid in school look forward to this day with utmost enthusiasm forever. In this academic year of 2020 to 21, we could celebrate our Kids Fest only through online due to coronavirus global epidemic. Anyway, it was a grand fest because of the full support of our kids, parents, teachers, and management. For suggesting a name for our Kids Fest, we sent a Google form to our parents on 19th November 2020. Many of them responded and on 27th November published the selected name. It was Kidsium Arts Fiesta 2K20, suggested by Miss Fasila, mother of Fatima Azra C, Base 2A. Details and the rules of Kids Fiesta was given on 2nd December. There were 14 items for competition. They can select maximum 3 items among these 14 and send the non-edited videos on 23rd December before 7 p.m. Above 90% of students participated. It was beyond our expectation. So colorful and attractive and felt like an online stage program. Kids' wore chess number and background was Kidsium Arts Fiesta 2K20. Judges from outside selected winners of all the items. Result published on January 2nd, 2021. Marcus Al-Ulum Principal Mr. Shaukat Ali welcomed our guest Mr. Suresh Tiwari, senior artist, for the inauguration. Sir inaugurated the program. Our manager Fazil Haq greeted us. He admired kids' talent, interest, and creativity. After his greeting, the results were announced. It was really a hectic task for the judges to find out the first 3 positions, because each performance was commendable. It was a colorful program. Children showcased their talents. Absence of school stage and audience was not experienced. So it was a memorable one. At last, preschool HM Mrs. Sachina thanked all our kids, parents, guest manager, principal, and teachers. Honoring ceremony of winners of Kidsium Arts Fiesta 2K20. The prize distribution ceremony of our kids, those who participated in our Kidsium Arts Fiesta 2K20, was held on 16 January 2021, Saturday in Marcus Al-Ulum Main School. School Manager Mr. Fazil Haq Parambadan, Working Chairman Mr. Miran Ali, Principal Mr. Shaukat Ali, AIC Trust Member Mr. Mustafa, Moral Director Mr. Sharif, HM Mistress Sajna, teachers, parents, and kids were there in this function. The program started at 10 a.m. with a prayer by Miss Salma. Then Miss Shamla welcomed everyone to a function. After that, our chairman inaugurated the function. Then principal addressed the audience. Prize distribution took place and the children were very excited. This was the first time they were coming to school. Even the Base 1 children were also very happy to see their friends whom they had only met virtually in Google Meet. In between the prize distribution, Moral Director Mr. Sharif and AIC Trust Member Mr. Mustafa inspired the parents and kids with their motivational speech. In this event, we honored Dr. Salsa Jauhar for suggesting name for Preschool e-magazine and Ms. Fasila for suggesting name for Virtual Kids Fest. The jubilant event ended with a word of thanks by Ms. Zuhrabi at 12:30 p.m. Republic Day celebration. On the auspicious morning of January 26, our school celebrated Republic Day through Google Meet.
The year 2021 marked India's 72nd Republic Day. Due to this lockdown period, we celebrated Republic Day only through Google Meet. Virtual assembly was shared at 8:30 a.m. in content sharing group. Children watched flag hosting at 8:45 a.m. and then started a special Google Meet class-wise. Interested children joined the meet. Class teachers given a brief speech on Republic Day, sung patriotic song and showed some magic. So children get some ideas of Republic Day. Children also got chances to present their talents. Interested kids presented their speech, song, etc. In the Google Meet, children were live and enjoyed a lot. It was 1 hour program. Some of the classes took more than 1 hour. The meet was concluded by the national anthem. Evaluation methods. Assessing a child is not that much easy, because each child is beyond our expectations. In order to know how much our children learn from our classes, we decided to evaluate Base 1 and Base 2 students. After completing the portions of first semester book, we have conducted Google Form exams of each subject. Mock exams were conducted before starting the formal exams. Around 98% of the students attended the exams, and report cards were distributed to parents after the first assessment. Second assessment was done in the month of March 2021. Prior to these assessments, the children were given opportunities to attend many revision tests. For Base 1, it was in the form of Google Forms as well as paper and pencil test. For Base 2, it was fully paper and pencil test. The final assessment was held by the end of March. Parents came and collected the question papers from the school. They enabled their child to write the exams in the same paper and return the paper to school after 1 week. So, we were able to evaluate our children and give the report cards on time. We were only making the plans, and it was really the parents who executed it on their kids. The sincere and heartfelt cooperation the parents extended to us is really commendable and memorable. Base 2 graduation ceremony. മർക്കസ് പ്രീ സ്കൂളിൻ്റെ ബേസ് 2 ക്ലാസ്സിൻ്റെ ഗ്രാജുവേഷൻ സെറമണി 2/4/2021, 3/4/2021 വെള്ളി, ശനി എന്നീ ദിവസങ്ങളിൽ വളരെ ഭംഗിയായി നടന്നു. ആനുവൽ അസസ്മെൻറ്റ് ഷീറ്റും ഈ 2 ദിവസങ്ങളിലായി വിതരണം ചെയ്തു. ഏപ്രിൽ 2-ാം തീയതി രാവിലെ 10:30 ആരംഭിക്കേണ്ട ഗ്രാജുവേഷൻ സെറമണിയുടെ മുന്നൊരുക്കങ്ങൾ ഏപ്രിൽ 1-നും 2-നും രാവിലെ ചെയ്തു. 10 മണിയോടെ രക്ഷിതാക്കൾ വരാൻ തുടങ്ങിയപ്പോഴേക്കും സ്റ്റേജും സദസ്സും ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. രാവിലെ 10:30 ആരംഭിക്കേണ്ട പരിപാടിയിലേക്ക് കുട്ടികൾ അതീവ ഉത്സാഹത്തോടെയും സന്തോഷത്തോടെയുമാണ് വന്നത്. ഏപ്രിൽ 2-ന് രാവിലെ നടന്ന സെഷനിൽ ബേസ് 2A ക്ലാസിൻ്റെ പ്രോഗ്രാം മിസ്റ്റർ ഫസ്ലുൽ ഹക്ക് പറമ്പാടൻ, മാനേജർ MUESSS ഉദ്ഘാടനം ചെയ്തു. ഹയ എന്ന കുട്ടിയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ സദസ്സിലും വേദിയിലുമുള്ള ഓരോരുത്തരെയും പ്രീ സ്കൂൾ HM സജ്ന മാം സ്വാഗതം ചെയ്തു. കൊറോണ കൊണ്ടുപോയ ഈ അധ്യയന വർഷത്തെ മർക്കസ് പ്രീ സ്കൂൾ എല്ലാ തരത്തിലും അതിൻ്റെ ധർമ്മം നിർവഹിച്ചിട്ടുണ്ടെന്ന് സ്വാഗത ഭാഷണത്തിൽ സജ്ന മാം പറഞ്ഞു. ശേഷം പ്രിൻസിപ്പൽ ഷൗക്കത്ത് അലി അധ്യക്ഷതയിൽ ചേർന്ന പ്രസ്തുത പരിപാടിയിൽ അദ്ദേഹം രക്ഷിതാക്കൾ ഈ അധ്യയന വർഷത്തിൽ ഒരുപാട് ത്യാഗം സഹിക്കുക വഴി ഏറെ മുന്നോട്ടു പോയെന്നും ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ സ്കൂൾ സജ്ജമാണെന്നും അറിയിച്ചു. തുടർന്ന് അബിയ എന്ന ബേസ് 2A ക്ലാസ്സിലെ കുട്ടിയും പാട്ടുപാടി. തുടർന്ന് മിസ്റ്റർ ഖാലിദ് സാഹിബ്, സെക്രട്ടറി AIC ട്രസ്റ്റ്, ആശംസാ പ്രസംഗം നടത്തുകയും ക്ലാസ് ടീച്ചർ ഫാത്തിമ P നന്ദിയും പറഞ്ഞു. ബേസ് 2Fൻ്റെ ഗ്രാജുവേഷൻ റിസ ബത്തൂലിൻ്റെ പ്രാർത്ഥനയോടെ പ്രിൻസിപ്പൽ ഷൗക്കത്ത് അലി സാറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്നു. പ്രസ്തുത പരിപാടിയിൽ മിസ്സസ് സജ്ന മാം, പ്രീ സ്കൂൾ HM സ്വാഗതവും മിസ്റ്റർ മുസ്തഫ, മെമ്പർ AIC ട്രസ്റ്റ് ഉദ്ഘാടനം ചെയ്തു പ്രസംഗിക്കുകയും ചെയ്തു.
കുട്ടികളോട് കഥകൾ പറഞ്ഞ് മുസ്തഫ സർ അവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ശേഷം താനിയ മലയാളം പദ്യം ചൊല്ലൽ നടത്തി. ഹിന ഗാനവും ആലപിച്ചു. അബ്ദുള്ള കുരിക്കൽ ആശംസ പ്രസംഗം നടത്തുകയും ക്ലാസ് ടീച്ചർ നഫീസ ടീച്ചർ നന്ദി പറയുകയും ചെയ്തു. മൂന്നാം സെഷൻ അലൻ ഇബ്രാഹിമിൻ്റെ പ്രാർത്ഥനയോടുകൂടി 3:30 പ്രോഗ്രാം ആരംഭിച്ചു. പ്രിൻസിപ്പലിൻ്റെ അധ്യക്ഷതയോടുകൂടി ചേർന്ന പ്രോഗ്രാം സജ്ന മാം സ്വാഗതം പറഞ്ഞു. പ്രസ്തുത ചടങ്ങിൻ്റെ ഉദ്ഘാടനം മിസ്റ്റർ അബ്ദുൽ ഗഫൂർ നടത്തി. ബേസ് 2Cയുടെ ഈ പരിപാടിയിൽ ഫാത്തിമ ഫിസ പ്രസംഗവും മുഹമ്മദ് ഐമൻ കവിതാ പാരായണം അവതരിപ്പിക്കുകയും ചെയ്തു. SAC മെമ്പർ അമീൻ സർ ആശംസ പ്രസംഗം നടത്തുകയും ക്ലാസ് ടീച്ചർ സുഹ്റാബി നന്ദി പറയുകയും ചെയ്തു. ഏപ്രിൽ 3 10:30 ബേസ് 2Bയുടെ ഗ്രാജുവേഷൻ സെറമണി ഫാത്തിമ ലിനയുടെ പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ചു. സജ്ന മാം സ്നേഹപൂർവ്വം എല്ലാവരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയും പ്രിൻസിപ്പൽ ഷൗക്കത്ത് അലി സർ അധ്യക്ഷ പ്രസംഗം നടത്തുകയും ചെയ്തു. പ്രസ്തുത ചടങ്ങ് ഫെയ്സ് മർക്കസ് പ്രിൻസിപ്പലായ ഹാരിസ് പെരിങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റിയ സ്ഥലമാണ് മർക്കസ് എന്നും ഇവിടെയുള്ള അധ്യാപകർ അനധ്യാപകർ അതിന് ഏറ്റവും ഉചിതമായവ ചെയ്യുന്നുവെന്നും ഉദ്ഘാടകൻ പറഞ്ഞു. ലബ്ബ ഫാത്തിമ മാപ്പിളപ്പാട്ട് പാടുകയും നിയ ബംഗാളൻ ഒരു ആക്ഷൻ സോങ് അവതരിപ്പിക്കുകയും ചെയ്തു. SAC മെമ്പറായ മിസ്റ്റർ മുഹമ്മദ് അലി ടി ആശംസാ പ്രസംഗം നടത്തുകയും ക്ലാസ് ടീച്ചർ മിസ്ന നന്ദി പറയുകയും ചെയ്തു. 12:30 അസസ്മെൻറ്റ് ഷീറ്റ് വിതരണവും നടത്തി. ബേസ് 2Dയുടെ ഗ്രാജുവേഷൻ സെറമണി അൻഷിദിൻ്റെ പ്രാർത്ഥനയോടെ 2 മണിക്ക് ആരംഭിച്ചു. സജ്ന മിസ് സ്വാഗത ഭാഷണവും ഷൗക്കത്ത് അലി സർ അധ്യക്ഷ പദവിയും അലങ്കരിച്ച പരിപാടിയിൽ ഷാജഹാൻ സർ കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെന്ന് സാങ്കല്പിക പടക്കം പൊട്ടിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സൈവ ഒരു മാപ്പിളപ്പാട്ട് പാടുകയും ഇഷ സെഹ്റിൻ ഒരു ആക്ഷൻ സോങ് അവതരിപ്പിക്കുകയും ചെയ്തു. സ്കൂളിലെ AO മിസ്റ്റർ അബ്ദുള്ള കുരിക്കൽ ആശംസ പ്രസംഗം നടത്തുകയും ചെയ്തു. ക്ലാസ് ടീച്ചർ മിസസ് ഷാനിബ നന്ദി പറയുകയും ചെയ്തു. ഗ്രാജുവേഷൻ സെറമണിയുടെ അവസാന സെഷൻ 3:30 ബേസ് 2Eയിലെ ആയിഷ അമ്രിൻ്റെ പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ചു. 2020-21 അധ്യയന വർഷത്തിലെ അവസാന സെഷൻ പരിപാടി വളരെ ഭംഗിയായി അവസാനിപ്പിച്ചു എന്ന് പ്രിൻസിപ്പൽ അധ്യക്ഷ ഭാഷണത്തിൽ പറഞ്ഞു. സജ്ന മിസ് സ്വാഗത പ്രസംഗം നടത്തി. മാനേജർ ഫസലുൽ ഹക്ക് പ്രസ്തുത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സമാവിയ ഒരു മാപ്പിളപ്പാട്ട് പാടി. മിസ്റ്റർ ഹമീദ് ആശംസ പ്രസംഗം നടത്തുകയും ചെയ്തു. തുടർന്ന് ഫാത്തിമ നൈന ഒരു ഡാൻസ് അവതരിപ്പിക്കുകയും ചെയ്തു. പ്രസ്തുത ചടങ്ങിൽ മിസ്റ്റർ ഷാജഹാൻ, അബ്ദുള്ള കുരിക്കൽ എന്നിവരും സന്നിഹിതരായിരുന്നു. ബേസ് 2Eയിലെ രക്ഷിതാവായ മിസ്റ്റർ ജയരാജൻ സദസ്സിനെ സന്തോഷിപ്പിച്ച് ഒരു ഗാനം ആലപിച്ചു. 1-2 ക്ലാസ്സുകളിലെ HM സബിത മിസ് ആശംസകൾ നേരുകയും ചെയ്തു. 2 ദിവസങ്ങളിലായി നടന്ന ഈ സെറമണിയുടെ ഓരോ ചടങ്ങിലും കുട്ടികളെ ഗ്രാജുവേഷൻ ഡ്രസ്സ് അണിയിച്ച് സദസ്സിലേക്ക് കൊണ്ടുവരികയും ഇതിനുവേണ്ടി പ്രത്യേകം എടുത്ത് ഫ്രെയിം ചെയ്യിച്ച ഫാമിലി ഫോട്ടോ, സർട്ടിഫിക്കറ്റ് എന്നിവ സജ്ന മാം, ഉദ്ഘാടകൻ, പ്രിൻസിപ്പൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഓരോ കുട്ടിക്കും രക്ഷിതാക്കൾക്കൊപ്പം വിതരണം ചെയ്യുകയും സ്ക്രീനിൽ ഫാമിലി ഫോട്ടോ കാണിക്കുകയും ചെയ്തിരുന്നു. ശേഷം ഓരോ ക്ലാസ്സിലെയും ഫോട്ടോ സെഷൻ നടക്കുകയും അസസ്മെൻറ്റ് ഷീറ്റ് വിതരണം ചെയ്യുകയും ചെയ്തു. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കുള്ള അഡ്മിഷൻ സൗകര്യവും സ്കൂൾ ടീച്ചേഴ്സിൻ്റെയും ഓഫീസ് സ്റ്റാഫിൻ്റെയും നേതൃത്വത്തിൽ നടന്നു. മൊത്തത്തിൽ 6 സെഷനും മാനേജ്മെൻറ്റിൻ്റെയും രക്ഷിതാക്കളുടെയും സ്റ്റാഫിൻ്റെയും പിന്തുണയിൽ ഗംഭീരമായി നടന്നു. 2020-21 അധ്യയന വർഷത്തിൽ ആശങ്കകൾ ഏറെയായിരുന്നെങ്കിലും ഈ ഒരു പരിപാടിയെങ്കിലും നടത്താൻ കഴിഞ്ഞതിൽ എല്ലാവരും വളരെ സന്തോഷവാന്മാരാവുകയും അത് പങ്കിടുകയും ചെയ്തു. Assalamu alaikum, dear parents and students from preschool. Our preschool prepared a virtual magazine including all the activities conducted in the academic year 2021. As you know, the academic year 2021 was affected with corona pandemic. Even though our teachers with the support of parents worked very hard and get good results in the academic field. To conclude the academic year, our preschool teachers prepared
this virtual magazine. It is a virtual magazine including photos, videos, and it is a magazine simply watching and hearing the program. I render all my best wishes to this great endeavor. Thank you all. Assalamu alaikum.